ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് കോമൺ സെൻസ് നോളേജ്? വാട്ട് ആർ ഇറ്റ്സ് ലിമിറ്റേഷൻസ്? കോമൺ സെൻസ് നോളേജ് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? കോമൺ സെൻസ് നോളേജ് എന്നത് നോർമൽ ലൈഫിൽ നമ്മൾ വേൾഡിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇത് പേഴ്സണൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസോ അല്ലെങ്കിൽ കുറച്ച് കൾച്ചറൽ നോളേജ് മുതലായവയിൽ നിന്നാണ് വരുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫയർ ബേൺസ് ചെയ്യും, അതായത് നമ്മുടെ ഫയർ വന്നിട്ട് ബേൺ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് അറിയുന്നത്? അതൊരു എക്സ്പീരിയൻസ് വഴിയാണ് നമുക്ക് ആ ഒരു നോളേജ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് സംടൈംസ് ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് ഇൻഫോ മാത്രമേ നമുക്ക് നൽകും. പലപ്പോഴും അത് ഫാക്ട്സ് അല്ല, അതിൽ ഗസ്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്സ് ആവാം. അതുപോലെ സയൻറ്റിഫിക് റിസർച്ചോ അതിൽ പ്രോപ്പർ സ്റ്റഡിയോ ഇതിനെക്കുറിച്ചിട്ട് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. കോമൺ സെൻസ് നോളേജ് ഈസ് എ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഇൻഡിവിജ്വൽസ് ഗെറ്റ് അബൌട്ട് ദ വേൾഡ്. It is formed through personal experiences, social interactions, and cultural knowledge. For example, knowing that fire will burn is a basic understanding from experience. Limitations: it gives limited or incomplete information. It is based on guesses and stereotypes, not facts. It lacks scientific research or careful study. So, it can't truly explain complex social issues. Question: വാട്ട് ഈസ് എ സോഷ്യൽ പ്രോബ്ലം? ഗിവ് എക്സാമ്പിൾസ്. സോഷ്യൽ പ്രോബ്ലം പറഞ്ഞാൽ എന്താണ്? അതിന് ഉദാഹരണങ്ങൾ നൽകുക. സോഷ്യൽ പ്രോബ്ലം എന്നാൽ സൊസൈറ്റിയിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അത് സൊസൈറ്റീൻ്റെ വെൽബീയിങ്ങിന് തന്നെ വളരെ ഹാംഫുൾ ആണ്. ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കോ ഉണ്ടാകുന്ന പ്രോബ്ലത്തിന് സോഷ്യൽ പ്രോബ്ലം എന്ന് നമ്മൾ പറയാറില്ല. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ പോവേർട്ടി, അതുപോലെ ഇനീക്വാളിറ്റി, ഡിസ്ക്രിമിനേഷൻ, എൻവിറോൺമെന്റ് പൊല്യൂഷൻ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. എ സോഷ്യൽ പ്രോബ്ലം ഈസ് എ കണ്ടീഷൻ ഓർ ഇഷ്യൂ ദാറ്റ് എഫക്ട്സ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ സൊസൈറ്റി. ഇറ്റ് ഈസ് കൺസിഡർഡ് അൺഡിസൈറബിൾ ഓർ ഹാംഫുൾ ടു ദ വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റി. Problems that affect only one or few individuals are not social problems. Some examples of social problems are poverty, inequality and discrimination, and environmental pollution. Question: what are social factors? How are individual problems related to social factors? സോഷ്യൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് സോഷ്യൽ ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? സോഷ്യൽ ഫാക്ടേഴ്സ് എന്നത് സൊസൈറ്റിയിലുള്ള എലമെന്റ്സ് ആണ്. ഇവ ഒരാളുടെ ലൈഫിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ തോട്ട്സ്, ബിഹേവിയർ, ഡിസിഷൻ ഒക്കെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഫാമിലി, എഡ്യൂക്കേഷൻ, റിലീജിയൻ, കാസ്റ്റ്, ഗവൺമെൻറ്, കൾച്ചർ, ഇൻകം എന്നിവയൊക്കെയാണ്. ചിലപ്പോൾ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് വന്നിട്ട് പേഴ്സണൽ ആയിരിക്കില്ല. അത് വന്നിട്ട് ജോബില്ലാത്ത സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ബാഡ് എൻവിറോൺമെൻറ്റ് സമയത്ത് അല്ലെങ്കിൽ പുവർ ഗവൺമെൻറ് സിസ്റ്റത്തിനൊക്കെ കാരണമാകാം. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ട്രബിൾസിന് പുറകിൽ ബിഗ്ഗർ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടെന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ആൻസർ നമുക്കൊന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. സോഷ്യൽ ഫാക്ടേഴ്സ് ആർ പാർട്സ് ഓഫ് സൊസൈറ്റി ദാറ്റ് എഫക്റ്റ് എ പേഴ്സൺസ് ലൈഫ്. ദേ ഇൻഫ്ലുവൻസ് ഹൗ പീപ്പിൾ തിങ്ക്, ബിഹേവ് ആൻഡ് മേക്ക് ചോയ്സസ്. Examples include family, education, religion, caste, income, culture, and government. Individual problems are often caused by more than just personal reasons. Social issues like lack of jobs, environment, and government systems also affect them. This shows that personal troubles are linked to bigger social factors. Question: വാട്ട് ഈസ് സോഷ്യൽ അനാലിസിസ്? സോഷ്യൽ അനാലിസിസ് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ അനാലിസിസ് എന്നത് സൊസൈറ്റിയിലെയും അതുപോലെ ഇൻഡിവിജ്വൽസിൻ്റെയും സോഷ്യൽ ആസ്പെക്ട്സ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് സ്റ്റഡി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് സോഷ്യൽ റിലേഷൻഷിപ്പ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ട്രക്ചേഴ്സ് എന്നിവയെക്കുറിച്ചും പഠിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിലൂടെ സോഷ്യൽ പ്രോബ്ലംസ് എങ്ങനെ പീപ്പിളിനെയും അതുപോലെ കമ്മ്യൂണിറ്റീസിനെയും എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോഷ്യൽ അനാലിസിസ് വന്നിട്ട് നമ്മളുടെ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് തരുന്നത്. അതുപോലെ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് ഉള്ള ഹെൽപ്പും ഇത് ചെയ്തു തരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സോഷ്യൽ അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് how social aspects affect individuals and society. It looks at social relationships, social institutions, and social structures. It also studied how social problems influences people and communities. Social analysis helps us get a deeper understanding of social situation and find ways to open them. Question: What is sociology? Sociology പറഞ്ഞാൽ എന്താണ്? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ്. ഇത് സൊസൈറ്റിയിലുള്ള റിലേഷൻഷിപ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ട്രക്ചേഴ്സ് എന്നിവയെക്കുറിച്ച് ഒബ്സർവ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. സോഷ്യോളജിയുടെ ഏർലി തിങ്കേഴ്സ് എന്ന് പറയുന്നത് കാൾ മാർക്സ്, എമിൽ ഡർക്കീം, മാക്സ് വെബർ എന്നിവരൊക്കെയാണ്. സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പും അതുപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതിൻ്റെ ബേസിസിലായിരിക്കും സോഷ്യൽ അനാലിസിസ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Sociology is the scientific study of society. It observes, analyzes, and interprets relationships, institutions, and structures in society. Early thinkers in sociology include Karl Marx, Emil Durkheim, and Max Weber. Sociology uses important concepts like social relationships and social institutions for social analysis. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: What are social institutions? Give example. Social institution പറഞ്ഞാൽ എന്താണ്? അതിന് എക്സാമ്പിൾസ് പറയാം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത റൂൾസ് ആൻഡ് സിസ്റ്റംസ് ആണ്. ജനങ്ങൾ അല്ലെങ്കിൽ പീപ്പിൾ എങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണമെന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇത് സൊസൈറ്റിയെ സ്റ്റേബിൾ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻസും ബിഹേവിയേഴ്സും ഒക്കെ ഷേപ്പ് ചെയ്യാനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ട് സൊസൈറ്റിയിലുള്ള ആക്സെപ്റ്റഡ് വാല്യൂസിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഫാമിലി, മാരേജ്, റിലീജിയൻ എന്നിവയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ ഫ്രെയിം വർക്ക്സ് ഓഫ് റൂൾസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സൊസൈറ്റി ടു റെഗുലേറ്റ് സോഷ്യൽ റിലേഷൻസ്. They help to stabilize society and shape our actions and behaviors. They also reflect the generally accepted values of a society. Examples of social institutions include family, marriage, religion, and educational institutions. Question: What is a social structure? Social structure പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഓരോ ആളുടെ സ്റ്റാറ്റസും അതുപോലെ തന്നെ റോളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതുപോലെ അത് ഫോളോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് വന്നിട്ട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് ഗൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ ഓർഡറും അതുപോലെ സ്റ്റെബിലിറ്റിയും ഇവ ക്രിയേറ്റ് ചെയ്യുന്നു. സോഷ്യൽ സ്ട്രക്ചർ പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെയും അതുപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഫൗണ്ടേഷൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. A social structure explains and implements the status and the roles of individuals in society. It includes the norms and rules that guide how people should behave. This structure provides order and stability to society as a whole. Social structure is the foundation for social relations and social institutions. Question: What is sociological imagination? Sociological imagination പറഞ്ഞാൽ എന്താണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അത് നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് സൊസൈറ്റിയിലെ ബിഗ്ഗർ ഇഷ്യൂസിനെ ലിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കില്ല്. ഇത് വന്നിട്ട് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് പലപ്പോഴും സൊസൈറ്റിയിലുള്ള കോമൺ പാറ്റേൺസിൻ്റെ ഒരു ഭാഗമാണെന്ന് നമ്മളെ മനസ്സിലാപ്പിക്കാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ പേഴ്സണൽ ലെവലിൽ നിന്ന് മാറ്റി പ്രോബ്ലംസിനെ ഒരു വൈഡർ സോഷ്യൽ കോണ്ടെക്സ്റ്റിലോട്ട് എത്തിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിനാൽ ഈ പേഴ്സണൽ ട്രബിൾസ് ഒക്കെ സോഷ്യൽ സ്ട്രക്ചറിലുള്ള ഇഷ്യൂസിനൊപ്പം കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Sociological imagination is the skill to identify and analyze how individual problems are related to broader social issues.
It helps us to see that our personal experiences are often part of larger social patterns. This skill allows individuals to move beyond their personal situations and view their problems in a wider context. It connects personal troubles to the social structures of society. Question: who introduced the concept of sociological imagination? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന കൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന കൺസെപ്റ്റ് അമേരിക്കൻ സോഷ്യലിസ്റ്റായ ചാൾസ് റൈറ്റ് മിൽസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം 1959 എഴുതിയ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ബുക്കിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ ഇതൊരു സ്കില്ലാണ്. ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് സൊസൈറ്റിയിലെ ബിഗ് സ്ട്രക്ചറിനോട് കണക്ട് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നെന്നും ഇത് വന്നിട്ട് പേഴ്സണൽ ഇഷ്യൂസിനെ ഒരു സോഷ്യൽ ആംഗിളിൽ കാണാനും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനും യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The concept of sociological imagination was introduced by the American sociologist Charles Wright Mills. He wrote about it in his book The Sociological Imagination in 1959. He proposed this concept as a skill that helps connect individual problems to the wider social structure. It is a way of identifying and explaining personal issues by looking at them through a wider social lens. Question: how does sociological imagination broaden an individual's perspective? എങ്ങനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിനെ ബോർഡൻ ചെയ്യുന്നത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ തൻ്റെ പേഴ്സണൽ വ്യൂ പോയിന്റിനും അപ്പുറമായിട്ട് കാണാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു പ്രോബ്ലത്തിൻ്റെ താഴെ പല സോഷ്യൽ ഫാക്ടേഴ്സും ഉണ്ടെന്ന് ഇത് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു റോഡ് ആക്സിഡന്റ് വന്നിട്ട് പേഴ്സണൽ കെയർലെസ്നെസ് മാത്രമല്ല കാരണം, അതോടൊപ്പം തന്നെ പൂവറായിട്ടുള്ള റോഡ് കൺസ്ട്രക്ഷനും അതുപോലെ ട്രാഫിക് റൂൾസിലെ അഭാവവും മറ്റു സോഷ്യൽ ഫാക്ടേഴ്സും അതിന് കാരണമാകാം. ഇത് പേഴ്സണൽ ഇവന്റ്സിനെ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും ഒരു വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Sociological imagination helps an individual to see beyond their own personal viewpoint. It reveals that there are many social factors behind a single individual problem. For example, a road accident might not be just due to personal carelessness. It could be linked to poor road construction, lack of traffic rules, or other social factors. This broadens the way we understand and analyze personal events. Question: how did Emily Durkheim use sociological imagination to study suicide? എങ്ങനെയാണ് എമിലി ഡർക്കീം സൂയിസൈഡിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ യൂസ് ചെയ്തത്? സൂയിസൈഡ് ഒരു പേഴ്സണൽ ആക്റ്റായി മാത്രം കണ്ടപ്പോൾ എമിലി ഡർക്കീം വന്നിട്ട് അതിൻ്റെ സോഷ്യൽ കോസസിനെ കുറിച്ചാണ് പഠിച്ചത്. അദ്ദേഹം സോഷ്യൽ ഇമാജിനേഷൻ ഉപയോഗിച്ച് ഡീപ്പർ സോഷ്യൽ റീസൺസ് കണ്ടുപിടിച്ചു. അദ്ദേഹം എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ജനങ്ങൾ സൂയിസൈഡ് ചെയ്യുന്നത് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല മറിച്ച് സോഷ്യൽ കാര്യങ്ങൾ കൊണ്ടുകൂടിയാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള സൂയിസൈഡിൽ അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എമിലി ഡർക്കീം studied the social causes behind suicide when it was seen only as a personal act. He used sociological imagination to look for deeper social reasons. He found that people commit suicide more for social reasons than for personal ones. He presented his findings in his book Suicide, showing the link between an individual act and society. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363.
Question. Explain the concept of self-reflection in sociological imagination. സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ വരുന്ന സെൽഫ് റിഫ്ലക്ഷൻ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. സെൽഫ് റിഫ്ലക്ഷൻ എന്നത് ഒരു സ്കില്ലാണ്. നമ്മുടെ തന്നെ തോട്ട്സും ആക്ഷൻസും ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തിയാണത്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വന്നിട്ട് നമ്മുടെ പേഴ്സണൽ ചോയ്സിന്റെ പിന്നിലുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസസ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നമ്മുടെ സെൽഫ് റിഫ്ലക്ഷൻ നമ്മളെ തന്നെയും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതം ഷേപ്പ് ചെയ്യുന്ന സോഷ്യൽ ഫോഴ്സസിനെയും ബെറ്ററായി മനസ്സിലാക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സെൽഫ് റിഫ്ലക്ഷൻ ഈസ് എ സ്കിൽ ടു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. Sociological imagination helps us to understand the social influences behind our personal choices. In the textbook, Ishan realized he became an engineer due to the influence of his parents and teachers, not just his own choice. This self-reflection helps us understand ourselves better and the social forces that shape our lives. Question. How does sociological imagination help in understanding social issues in depth? എങ്ങനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷന് സോഷ്യൽ ഇഷ്യൂസിനെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? സോഷ്യൽ ഇമാജിനേഷൻ വന്നിട്ട് നമ്മളെ സിമ്പിൾ കാര്യങ്ങളിൽ നിന്നും കൂടുതൽ പുറത്തോട്ട് വന്ന് ചിന്തിക്കാൻ സഹായിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആളുകൾ പറയും സ്ത്രീകൾ വർക്ക് ചെയ്യാത്തത് അവരുടെ തന്നെ ചോയ്സ് ആണെന്ന്. പക്ഷെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജെൻഡർ റൂൾസ്, എഡ്യൂക്കേഷൻ കിട്ടാത്ത സ്ഥലങ്ങളൊക്കെയാണ് മെയിൻ കാരണമെന്ന്. ഇത് നമ്മളെ ഇതുപോലത്തെ പ്രോബ്ലംസ് ബെറ്ററായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ അങ്ങനെ എഴുതാൻ നോക്കാം. Sociological imagination helps us to go beyond superficial explanations of social issues. For example, a common sense view might say women's low participation in the workforce is their choice. Sociological imagination encourages to look for other factors like gender norms or lack of educational opportunities. It helps us to find the cultural, economic, and educational reasons behind the issue. This leads to a much deeper and more complete understanding. Question. How does sociological imagination develop empathy and tolerance? എങ്ങനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എമ്പതിയും ടോളറൻസും ഡെവലപ്പ് ചെയ്യുന്നത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വന്നിട്ട് നമ്മളെ വേറെ ആളുകളുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസിന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഉദാഹരണം പറയണമെങ്കിൽ ഒരു കുട്ടി ലോ മാർക്സ് എടുത്താൽ അവൻ അല്ലെങ്കിൽ അവള് മടിയനാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. പകരം അതിന്റെ പിന്നിൽ ഫാമിലി പ്രോബ്ലംസോ അല്ലെങ്കിൽ പഠിക്കാൻ സഹായിക്കുന്ന റിസോഴ്സ് ഇല്ലാത്തതൊക്കെ ആയിരിക്കാം കാരണം. ഇതുപോലെ മനസ്സിലാക്കാൻ നമ്മളെ ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മളെ എമ്പത്തറ്റിക് ആക്കുന്നു. നമ്മൾ അവരെ കുഴപ്പിക്കാതെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇതുകൊണ്ട് തന്നെ അവർക്ക് ബെറ്റർ ചാൻസ് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Sociological imagination helps us understand the social context behind the experience of others. For example, instead of thinking a child with low score is lazy, we can look for social reasons. This reason could be family background or limited access to resources. This understanding helps us to develop empathy for the child and be more tolerant. We can then provide support and encouragement instead of just blaming them. Question. How does sociological imagination develop critical thinking? എങ്ങനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വന്നിട്ട് നമ്മുടെ ലൈഫ്സ് എങ്ങനെയാണ് സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് പറയുന്നത് മറ്റു പലരുടെയും പ്രോബ്ലംസ് ആയി മാറി കഴിഞ്ഞു എന്ന കാര്യം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് വന്നിട്ട് നമ്മളെ വൈഡർ ഇഷ്യൂസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പെരുമാറാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Sociological imagination encourages us to think critically about how social factors influence our lives. It helps us to recognize that our personal problems are often shared by many others. In the story of Priya, she realized her job loss was a common problem for many migrants.
This critical thinking enabled her to understand the wider issues and work to improve the situation for herself and others. Question: How are common sense knowledge and sociological imagination different? എങ്ങനെയാണ് കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ ഇമാജിനേഷനും ഡിഫറെൻ്റ് ആവുന്നത്? കോമൺ സെൻസ് നോളജ് പറയുന്നത് പേഴ്സണൽ വ്യൂസുമായിട്ട് ലിമിറ്റഡ് ആണ്. അതേസമയം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറയുന്നത് ഒരു ലാർജർ ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സിന്റെ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ആയിട്ടാണ്. അതുപോലെ കോമൺ സെൻസ് നോളജ് പറയുന്നത് സൂപ്പർഫിഷ്യൽ എക്സ്പ്ലനേഷൻ ആണ് നൽകുന്നത്. അതേസമയം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറയുന്നത് സോഷ്യൽ ഫാക്ടേഴ്സിന്റെ ഇമ്പാക്റ്റ് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോമൺ സെൻസ് നോളേജ് വന്നിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വന്നിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Common sense knowledge is limited to personal views, while sociological imagination connects experience to larger social structures. Common sense knowledge gives superficial explanation based on stereotypes. Sociological imagination analyzes the impact of social factors deeply. Common sense knowledge does not use critical thinking, but sociological imagination encourages it. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: Why is sociological imagination considered a powerful tool? എന്തുകൊണ്ടാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ ഒരു പവർഫുൾ ടൂളായിട്ട് കൺസിഡർ ചെയ്യുന്നത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ നമ്മൾ ഒരു പവർഫുൾ ടൂളായിട്ട് കൺസിഡർ ചെയ്യുന്നത് കാരണം അത് വന്നിട്ട് സോഷ്യൽ ലൈഫിനെ എൻറിച്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. അത് മാത്രമല്ല, നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചറും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Sociological imagination is a powerful tool because it enriches our social life. It helps us find the micro-macro relationship between the individual and society. It equips us to engage in social activities and address complex problems. It allows us to understand the interrelationships between our lives and social structures. Question: What are the main characteristics of sociological imagination? സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷന് കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് വന്നിട്ട് നമ്മുടെ സോഷ്യൽ ഇഷ്യൂസിനെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം സെൽഫ് റിഫ്ലക്ഷനും എമ്പതി ടോളറൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഹാസ് സെവറൽ കീ ക്യാരക്ടറിസ്റ്റിക്സ്. It broadens our individual perspective and helps us understand social issues in depth. It promotes self-reflection, empathy, and tolerance towards others. It develops critical thinking and encourages questioning of negative social norms. It helps us to see personal problems as a part of a bigger social context. Question: What is the relationship between social relationships, social institutions, and social structures? സോഷ്യൽ റിലേഷൻഷിപ്സിന്റെയും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും അതുപോലെ സോഷ്യൽ സ്ട്രക്ചേഴ്സിന്റെയും റിലേഷൻഷിപ്പ് എന്താണ്? ഈ മൂന്ന് കൺസെപ്റ്റ്സും ഡീപ്ലി ഇന്റർകണക്റ്റഡ് ആണ്. സോഷ്യൽ സ്ട്രക്ചേഴ്സ് പറഞ്ഞാൽ നോംസ് ആൻഡ് റൂൾസ് ആണ് വരുന്നത്. ഇത് വന്നിട്ട് സൊസൈറ്റിന്റെ ഒരു ഫൗണ്ടേഷൻ, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഫാമിലി, മാരേജ് പോലത്തെ ഒരു ഫ്രെയിം വർക്ക്സ് ഓഫ് റൂൾസ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ലൈഫ്സിനെ റെഗുലേറ്റ് ചെയ്യാനാണ് ഈ റൂൾസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സോഷ്യൽ റിലേഷൻഷിപ്സ് ആണ്. സോഷ്യൽ റിലേഷൻഷിപ്സ് പറയുന്നത് ഈ ഒരു ഫ്രെയിം വർക്കിൽ നമ്മൾ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇന്ററാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അതായത് ഒരു സോഷ്യൽ റിലേഷന്റെ ബേസിസ് എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചേഴ്സിലും അതുപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. These three concepts are deeply interconnected in sociology. Social structures like norms and rules provide the foundation for society. Social institutions like family and marriage are frameworks of rules that regulate our lives. Social relationships are the interactions that individuals develop within this framework. The basis of social relations is found in social structures and institutions. Question: How does sociological imagination help in formulating social policies?
എങ്ങനെയാണ് സോഷ്യൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വന്നിട്ട് ഇൻഡിവിജ്വൽ പ്രോബ്ലംസിനെ സോഷ്യൽ പ്രോബ്ലം ആയിട്ട് കാണാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ റീസൺ കണ്ടുപിടിക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു റൂട്ട് കോസ് കണ്ടുപിടിച്ചതിന് ശേഷം സോഷ്യൽ പോളിസി, അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ പോളിസീസ് ക്രിയേറ്റ് ചെയ്യാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Sociological imagination helps us to see individual problems as a social problems. This allows us to understand the real reason behind issues like poverty or unemployment. By understanding these root causes, effective social policies can be created. This increases the possibility of solving problems and bringing about positive social change. Question: What is a stereotype? Stereotype പറഞ്ഞാൽ എന്താണ്? സ്റ്റീരിയോടൈപ്പ് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ചിട്ടുള്ള ഐഡിയയോ അല്ലെങ്കിൽ ബിലീഫോ അല്ലെങ്കിൽ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഓപ്പൺ വന്നിട്ട് ചിലപ്പോൾ ഇൻഅക്യുറേറ്റ് ആവാം അല്ലെങ്കിൽ അൺഫെയർ ആവാം. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ടീനേജേഴ്സ് ഒക്കെ റിബല്യസ് ആണെന്നുള്ള സ്റ്റീരിയോടൈപ്പ്. അപ്പോൾ ഇത് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. അതുപോലെ തന്നെ കോമൺ സെൻസ് നോളേജ് വന്നിട്ട് ഇത്തരം സ്റ്റീരിയോടൈപ്സിന്റെ ബേസിസിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്കൊന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. A stereotype is a general statement, belief or idea about a group of people. These are often oversimplified and can be inaccurate or unfair. For example, the statement that all teenagers are rebellious is a stereotype. Common sense knowledge is often based upon such stereotypes, which can create misconceptions. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.